അത് തൂങ്ങൂല. ഞാനാണ് ഇതെല്ലാം ഞാനാണ് സമസ്തന്റെ പള്ളിക്കല് സമസ്തന്റെ ചൂടാണ് അതിന്റെ വായ്പുള്ളത് സമസ്തന്റെ പള്ളിക്ക് സമസ്തന്റെ പ്രിയമുള്ളവരെ, ഈ കണ്ട വീഡിയോ ഇത് മലപ്പുറം ജില്ലയിലെ വേങ്ങരക്കടുത്ത് കുറ്റാളൂർ എന്ന സ്ഥലത്ത് സംഭവിച്ച ഒരു കാര്യമാണത്രേ. പള്ളിയിലെ രാഷ്ട്രീയ പാർട്ടിയുടെ കലണ്ടറും അതുപോലെ ആ രാഷ്ട്രീയ പാർട്ടിക്ക് അടിമപ്പണി ചെയ്തിരുന്ന ഒരു മതസംഘടനയുടെ കലണ്ടറും ഇത് രണ്ടും ആ പള്ളിയിൽ കുടിയിരുത്തപ്പെട്ടതായിരുന്നു എന്നാണ് അവിടെ പറയുന്നത്. എന്നാൽ പള്ളിയിൽ ഇത് വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് ഒരാൾ ആ മതസംഘടനൻ്റെ പേപ്പർ എടുത്തുകൊണ്ട് പോകുന്ന രംഗമാണിത്. അപ്പോൾ അതിനെതിരെ പ്രതിഷേധിച്ചുകൊണ്ട് ഒരു കുട്ടി പറയുന്നു, ഒരാൾ പറയുന്നു, സമസ്തയുടെ പള്ളിയാണ്, സമസ്തയുടെ പള്ളിയിൽ സമസ്തൻ്റെ കലണ്ടർ അല്ലാതെ പിന്നെ ഏതാ വെക്കുകയാണ് എന്നുള്ളത്. ഇത് ഒരു തിരിച്ചറിയാത്ത ഒരു പ്രഖ്യാപനമാണ്. സമസ്തക്ക് അങ്ങനെ ഒരു പള്ളി ലോകത്തെവിടെയുമില്ല. സമസ്ത നേരിട്ട് ഒരു പള്ളി പോലും ഉണ്ടാക്കിയിട്ടില്ല. പിന്നെ സമസ്ത ഉണ്ടാക്കിയിട്ട് 100 വർഷം ആവുന്നേ ഉള്ളൂ. പല പള്ളികളും 100-ലേറെയൊക്കെ വർഷം പഴക്കമുള്ള, അതിന് ശേഷം അത് പുനരുദ്ധരിച്ചാണ്. പുതിയ പള്ളികൾ ചിലതൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടാകും. പക്ഷേ സമസ്ത നേരിട്ട് ഒരു പള്ളി ഉണ്ടാക്കിയതായി ഒരു അനുഭവമില്ല. ഇവർ പൊതുവേ നാടുകളിൽ കച്ചറുണ്ടാക്കാൻ വേണ്ടി മുസ്ലിം ലീഗ് രാഷ്ട്രീയത്തിൻ്റെ അടിമകളായി വളർത്തിയെടുത്ത കുറേ ആളുകളെ ഉപയോഗപ്പെടുത്തിയിട്ട് അവർ പറയാറുള്ളതാണ് സമസ്തൻ്റെ പള്ളി, സമസ്തൻ്റെ ബുക്ക്, സമസ്തൻ്റെ കലണ്ടർ എന്നൊക്കെ. എന്നാൽ ലോകത്ത് അങ്ങനത്തെ ഒരു പള്ളിയില്ല. സമസ്തയേക്കാൾ എത്രയോ മുമ്പ് സ്ഥാപിക്കപ്പെട്ട പള്ളി പോലും സമസ്തൻ്റെ പള്ളി എന്നാണ് ഇവർ പറയൽ. തിരുരങ്ങാടി വലിയ ജുമാഅത്ത് പള്ളി അത് സ്ഥാപിക്കപ്പെട്ടിട്ട് വർഷങ്ങളോ നൂറ്റാണ്ടുകളൊക്കെ എത്രയായിട്ടുണ്ട്. അതും സമസ്തൻ്റെ പള്ളി എന്നായിരുന്നു ഇവർ അവകാശവാദം ഉന്നയിച്ചിരുന്നത്. എന്നതുപോലെ നാടിൽ സംഘർഷമുണ്ടാക്കാൻ വേണ്ടി ഈ രാഷ്ട്രീയ പാർട്ടിയുടെ തൊഴിലാളികൾ നടത്തുന്ന പ്രഖ്യാപനമാണ് സമസ്തയുടെ പള്ളി എന്നുള്ളത്. ലോകത്ത് ഒരു പള്ളിയും സമസ്ത ഉണ്ടാക്കിയിട്ടില്ല എന്നാണ് പറയാനുള്ളത്. അപ്പോൾ ഇവിടെ നാട്ടിൽ സംഘർഷമുണ്ടാക്കുന്നത് ഇത്തരം ആൾക്കാരാണ്. പള്ളിയിലേക്ക് ഇവരുടെ രാഷ്ട്രീയത്തിനെ കയറ്റി, അതാണ്. അപ്പോൾ ആ പരിപാടി ആരാണോ നടത്തിയത് അവരാണ് മുസ്ലിം സമുദായത്തിൽ ഭിന്നത ഉണ്ടാക്കിയവരും പള്ളിയെ രാഷ്ട്രീയവൽക്കരിച്ചവരും. ഇത് ശരിക്കും തിരിച്ചറിഞ്ഞുകൊണ്ടാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷനൊക്കെ ഇടപെടേണ്ടത് എന്നാണ് നമുക്ക് പറയാനുള്ളത്. ഇനി ഇവിടെ നടന്ന ഈ സംഭവത്തിനെക്കുറിച്ച് ഇത് ഏപ്പിക്കാരാണ് ഈ പ്രഭാതത്തിൻ്റെ കലണ്ടർ എടുത്തുകൊണ്ട് പോയത്. അവിടെ 2 കലണ്ടറും വെക്കാറുണ്ട്. ഏതാണ് കലണ്ടർ? ഒന്ന് ലീഗിൻ്റെ കലണ്ടർ, ചന്ദ്രികയുടെ കലണ്ടർ, മറ്റൊന്ന് സുപ്രഭാതം കലണ്ടർ. ഇത് രണ്ടും വെക്കാറുണ്ട്. ഇനിയും അത് രണ്ടും വെക്കും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആ നാട്ടുകാരെന്ന് അവകാശപ്പെടുന്ന ഒരു ഹമീർ എന്നൊരു മനുഷ്യന് ഒരു കുറിപ്പ് എഴുതിയതായി കണ്ടു. ആ കുറിപ്പിലെ ആശയങ്ങൾ വായിക്കുമ്പോൾ നമുക്ക് ചോദിക്കാനുള്ളത്, ചന്ദ്രിക എന്ന് പറയുന്ന ഒരു പെണ്ണിന്, ആ പെണ്ണിൻ്റെ പേരിൽ അറിയപ്പെടുന്ന ഒരു മുസ്ലിം പെണ്ണും കൂടിയല്ല, അമുസ്ലിം പെണ്ണ് എങ്ങനെ പള്ളിയിൽ കയറി? ഇനി അതൊരു പ്രതിഭാസമാണ് എങ്കിൽ അത്തരം പേരുള്ള ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ ഒരു പത്രം എങ്ങനെയാണ് ഒരു പള്ളിയിലേക്ക് വരിക? കാരണം പള്ളി രാഷ്ട്രീയത്തിൻ്റെ അല്ലല്ലോ. അപ്പോൾ ചന്ദ്രിക വന്നതും അതുപോലെ തന്നെ അവരുടെ തൊഴിലാളികളായ ഈ സുപ്രഭാതക്കാർ വന്നതും പള്ളിയിലേക്ക് കയറിയത് നല്ല ലക്ഷ്യത്തോടു കൂടെയല്ല. നാടിനെ ഭസ്മീകരിക്കുക, കുട്ടിച്ചോറാക്കുക, ഐക്യം തകർക്കുക എന്ന ലക്ഷ്യത്തോടു കൂടെയാണ് എന്ന് നമ്മൾ പ്രത്യേകമായി മനസ്സിലാക്കൽ ആവശ്യമാണ്. ഇത് വിശദീകരിച്ചുകൊണ്ട് കുറ്റാളൂക്കാരനാണ് എന്ന് അവകാശപ്പെട്ടുകൊണ്ട് വന്ന അദ്ദേഹത്തിൻ്റെ സോഷ്യൽ മീഡിയയിലുള്ള വിശദീകരണത്തിൽ ആ പ്രദേശത്തെ നാട്ടുകാർ സമസ്തയെയും ലീഗിനെയും തുല്യമായി ജീവന് സമാനമായി സ്നേഹിക്കുന്നവരാണ് എന്ന് അദ്ദേഹം പറയുകയുണ്ടായി. ഇതെങ്ങനെയെന്നാണ് ഇപ്പോൾ മനസ്സിലാകാത്തത്. സമസ്തയെയും ലീഗിനെയും ഒരു മുസ്ലിമായ മനുഷ്യനിക്ക് ഒരേ നിലക്ക്, ഒരു സുന്നിയായ മനുഷ്യനിക്ക് ഒരേ നിലക്ക് സ്നേഹിക്കാൻ എങ്ങനെ കഴിയും എന്നുള്ളതൊരു വിശദീകരണം ആ ഹമീദ് തന്നെ ഒരു കുറിപ്പിറക്കുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. സമസ്ത പറയുന്നത് ബിദ്അത്തുകാരുമായി ഒരു ബന്ധമില്ല, അവരെ സഹകരിക്കരുത്. കരിപ്പൂരിൽ നിന്നും അവസാനം അത് പറയേണ്ട ഒരാൾ. പക്ഷേ ലീഗ് പറയുന്നു ഞങ്ങളെല്ലാവരെയും കൂട്ടിപ്പിടിച്ച് പോകുന്നു. ഇപ്പം ഇങ്ങനെയുള്ള സമസ്ത മുറുകെ പിടിച്ച് അതിനെ സ്നേഹിക്കുന്ന ആൾ
മടലിമ ചവിട്ടിയതുപോലെ ആകരുതല്ലോ. സമസ്തയെ സ്നേഹിക്കുന്നുവെങ്കിൽ അതിൻ്റെ ആദർശത്തെ സ്നേഹിക്കണം. അവർ പറയുന്നത് വിദഗ്ധക്കാർ സയനിസ്റ്റുകളാണ്, ജൂതന്മാരാണ് എന്നൊക്കെയാണ് അവരുടെ കണ്ടെത്തലുകൾ. അങ്ങനത്തെ ആളുകളെ നമ്മൾ കൂട്ടിപ്പിടിക്കണം. അവർ കാനേശുമാരിപ്പെട്ടതാണ്, അവർ ലീഗിൻ്റെ ജീവനാണ് എന്നൊക്കെ പറയുമ്പോൾ ലീഗ് അങ്ങനെയും പറയുന്നു. ഇങ്ങനെ രണ്ടിനും കൂടി ഒരു മുസ്ലിമായ മനുഷ്യനിക്ക്, സുന്നിയായ മനുഷ്യനിക്ക് ഒരേ നേരത്ത് ഒരേ നിലക്ക് സ്നേഹിച്ചു വിടാൻ പറ്റൂല. ഇദ്ദേഹം പൊട്ടത്തരം മനസ്സിലാക്കിയതാണ്, പഠിച്ചു പോകുന്നതാണെങ്കിൽ അത് തിരുത്തണം, ഇല്ലെങ്കിൽ അറിയുന്ന ആളുകളോട് ചോദിച്ചു പഠിക്കണം എന്നാണ് അറിയിക്കാനുള്ളത്. പള്ളിയുടെ നവീകരണത്തിന് ശേഷം ഇന്നലെ രണ്ട് കൂട്ടരും, അഥവാ രാഷ്ട്രീയത്തിൻ്റെ വാലാട്ടികളും പച്ച രാഷ്ട്രീയക്കാരും രണ്ടും കൂടിയിട്ട്, രണ്ടും ഒന്ന് തന്നെയാണ്, ഇപ്പോൾ കുറച്ചിങ്ങനെ ഒരു വ്യത്യാസം ഇങ്ങനെ കാണുന്നുണ്ട് മാത്രം. അപ്പോൾ രണ്ട് കൂട്ടരും കൂടി ചന്ദ്രിക കലണ്ടറും സുപ്രഭാതം കലണ്ടറും വെക്കാൻ വേണ്ടി വന്നു. അപ്പോൾ പള്ളിയുടെ നവീകരണ പ്രവർത്തനത്തിന് നേതൃത്വം നൽകിയിരുന്ന രണ്ടാൾ അവർ ഇപ്പോൾ സമസ്തയുടെയും വേണ്ട ലീഗിൻ്റെയും വേണ്ട എന്ന് പറഞ്ഞു എന്നാണ് പറയുന്നത്. അങ്ങനെ പറഞ്ഞിട്ടുണ്ട് എങ്കിൽ അദ്ദേഹം അതിനുവേണ്ടി അധ്വാനിച്ച ആളാണല്ലോ. ആ പള്ളിയുടെ നവീകരണത്തിന് നേതൃത്വം നൽകാൻ തന്നാൽ വെറുതെ അങ്ങനെ ഇരുന്നാൽ പോരല്ലോ, അതിനുള്ള കാശുണ്ടാക്കണം, അതിന് സെറ്റപ്പ് ചെയ്യണം. അങ്ങനെ ചെയ്ത ആളുകൾക്ക് അതിൻ്റെ വേദന അറിയും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇങ്ങനെ ഉണ്ടാക്കിയ പള്ളിയെ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെയും അവരുടെ പണ്ഡിത സംഘടനയും വാലാട്ടികളാക്കി വിടാൻ പറ്റൂല എന്ന് അദ്ദേഹം ഇതുവരെ ആശയക്കാരനല്ലെങ്കിൽ ഇപ്പോൾ അദ്ദേഹത്തിന് വൈകി ഉദിച്ച വിവേകമായിരിക്കാം. അങ്ങനെ അദ്ദേഹം അതിന് കൂട്ടാക്കിയില്ല, അദ്ദേഹം കലണ്ടർ വലിച്ചു കൊണ്ടുപോയെങ്കിൽ അദ്ദേഹം ധീരനാണ്. കാരണം പള്ളി എന്നുള്ളത് രാഷ്ട്രീയക്കാരുടെയും അവരുടെ ഫത്ത് കൊടുക്കുന്ന കമ്പനികളുടെയും മേച്ചിൽ പുറമാകാൻ അനുവദിക്കരുത് എന്ന് അദ്ദേഹത്തിന് ബോധ്യമുണ്ടതുകൊണ്ട് അദ്ദേഹം ഒരു മുസ്ലിം മഹലിൽ സ്വീകരിക്കേണ്ട ധീരമായ നടപടിയാണ് സ്വീകരിച്ചത്. ആ ധീരമായ നടപടി സ്വീകരിച്ചത് കൊണ്ട് ഈ കുറിപ്പുകാരൻ അദ്ദേഹത്തെ എ പിക്കാരനാക്കിയാണ് ഇപ്പോൾ ചിത്രീകരിക്കുന്നത്. എ പിക്കാരായിട്ട് ബന്ധമുണ്ട്. എ പിക്കാരങ്ങനെ തന്നെയാണ്, ദീനിയായ കാര്യങ്ങൾ ദീനിയായിട്ട് പോകണമെന്ന് വാശി പിടിക്കുന്നവരാണ്, അവർക്കാണല്ലോ എ പിക്കാരെന്ന് പറയല്. അപ്പം അങ്ങനെയാണ് അയാളെങ്കിൽ വളരെ സ്വാഗതാർഹം. അതിന് അദ്ദേഹം ധീരത കാണിച്ചെങ്കിൽ അതാണ് ഇസ്ലാമിൻ്റെ തനിമ വിഷയങ്ങളിൽ എന്ന് എല്ലാവരും മനസ്സിലാക്കണം. പിന്നെ ലീഗിനെയും സമസ്തയും സ്വീകരിക്കുന്ന ഒരാളുകൾക്ക് ആ പള്ളി തുറന്നു കൊടുത്തതിന് സമസ്തയുടെ ആശയത്തിനെതിരെ വഹാബി സ്റ്റേജിൽ കയറിയ റഷീദ് അലിയാണ് തുറന്നു കൊടുത്തത്. അത് തന്നെ സമസ്തയെ അവർ ധിക്കരിക്കുന്നു. അല്ലെങ്കിൽ അവർ പറയുന്ന സമസ്ത, യഥാർത്ഥ സമസ്ത അവരതൊന്നല്ല. സമസ്തക്കൊരു ആദർശമുണ്ട്. ആ സമസ്തയുടെ ആദർശത്തെ കുഴിച്ചു മൂടാൻ വേണ്ടി കൂരിയാട് നടത്തിയ വഹാബി സമ്മേളനത്തിൽ ആ സമ്മേളനത്തിന് അഭിമുഖം എല്ലാവരും ആശീർവാദവും അവരുടേതാണ് യഥാർത്ഥ ഇസ്ലാമിൻ്റെ കാഴ്ചപ്പാടെന്നൊക്കെ വിശദീകരിച്ച റഷീദ് അലിയാണ് ഇവരുടെ പള്ളി ഉദ്ഘാടനത്തിന് കിട്ടിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അത് സമസ്തയുടെ ആദർശത്തിന് എതിരായ ഒരു ഉദ്ഘാടനമാണ്. അതും കൂടി ഇദ്ദേഹം പഠിക്കണമെന്നാണ് നമുക്ക് മനസ്സിലാക്കാനുള്ളത്. ആദർശപരമായ സമസ്തയുടെ ശത്രുക്കളാണ് ഈ പറയപ്പെട്ട ആളുകളൊക്കെ. അവർക്ക് എന്തൊക്കെ വാലും തലയൊക്കെ ഉണ്ടെങ്കിലും ശരി. കാലങ്ങളായി ചന്ദ്രികയും സുപ്രഭാതവുമാണ് അവിടെ വെക്കുന്നത് എന്നാണ് ഇദ്ദേഹം പറയുന്നത്. അത് തന്നെ ഇതുവരെയും നിങ്ങളുടെ രാഷ്ട്രീയത്തിൻ്റെ മേച്ചിൽപ്പുറമാണ്, അത് പറ്റില്ല എന്നാണ് ആ ധീരനായ മനുഷ്യൻ പറഞ്ഞത്. സാധാരണഗതിയിൽ നമ്മൾ എല്ലാ മഹല്ലുകളെടുത്ത് പരിശോധിച്ച് നോക്കിയാലും പള്ളിപ്പണി നടക്കുന്ന സമയത്ത് എല്ലാവരോടും പറയാം, ഇവിടെ വിഭാഗീയതൊന്നുമില്ല, ഇവിടെ എല്ലാവരും ഉള്ളതാണ്, ഞങ്ങൾ ഒന്നിച്ചാണ്, ഒറ്റക്കെട്ടാണ് എന്ന് പറയും. എന്നിട്ട് പൈസ എല്ലാ ഭാഗത്തു നിന്നും പിരിക്കും, എ പിക്കാരിരുന്നും ഈക്കക്കാരിരുന്നും ഒക്കെ പിരിക്കും. അവസാനം കാര്യങ്ങളൊക്കെ പൂർത്തിയായാൽ പിന്നെ ഈ ആളുകൾക്കൊന്നും യാതൊരു അധികാരവും ഇതിലില്ല. അവിടെ പിന്നെ ഉള്ളത് അവരുടെ ലീഗിൻ്റെ ആളുകളായി ആരൊക്കെയുണ്ടോ, അതുപോലെ അവരുടെ ഫത്വ കമ്മിറ്റീൻ്റെ ഉലമാ വിഭാഗത്തിൽ ആരൊക്കെയുണ്ടോ അവർക്കൊക്കെ കൊടുത്തുകൊണ്ട് അവരുടേതായ പാനൽ വിജയിപ്പിച്ച് ഏകാധിപത്യ ഭരണമാണ് എല്ലാ മഹല്ലുകളിലും നടത്തുന്നത്. പാരമ്പര്യമായി സുന്നികളുടെ പിതാക്കന്മാർ പടുത്തുയർത്തിയ പള്ളി പോലും അവർക്ക് ഒരു വിഹിതവും ഒരു അംഗത്വവും കൊടുക്കാതെ ഇവരുടെ ഏകാധിപത്യം ലീഗിൻ്റെ നോട്ടീസ് ഒട്ടിക്കാനും ലീഗിൻ്റെ പ്രോഗ്രാം പറയാനും ചേളാരി സമസ്തയുടെ അധ്യാപനങ്ങൾ നൽകാനുമുള്ള ഒരു വേദിയാക്കി പള്ളിയെ ഒരു അതപ്പതിച്ചിട്ട് കാലങ്ങൾ കുറേയായി. എന്നാൽ ഈ പരിപാടി പറ്റില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അതുകൊണ്ട് ഓരോ മഹല്ലിലുള്ളവരും ജാഗ്രത പുലർത്തണം. ആ പള്ളി കമ്മിറ്റി ഏത് സ്വഭാവത്തിലുള്ളതാണ് എന്ന് ആദ്യം തന്നെ നോക്കണം. പള്ളി കമ്മിറ്റി ഉണ്ടാക്കുമ്പോൾ കുറച്ച് എ പിക്കാരെ ഉൾപ്പെടുത്തും. എന്നിട്ട് പിരിവൊക്കെ കഴിഞ്ഞ് പള്ളി ഉദ്ഘാടനം ചെയ്താൽ പിന്നെ അവർക്കൊന്നും സ്ഥാനമില്ല. ഇത് തിരിച്ചറിയണം. പ്രത്യേകിച്ച് നമ്മൾ വളർന്നു വരുന്ന SSFൻ്റെ തലമുറക്കാർ അവരൊരു സുന്നി പറയുന്നുണ്ടെന്ന് വിചാരിച്ചുകൊണ്ട് അവർക്ക് ചാടാനോ അത് ഷെയർ ചെയ്യാനോ പോകുന്നതിന് പകരം ഇവരുടെ സുന്നിയുടെ ലക്ഷ്യം ശരിയല്ല. നല്ല ഒരു സംഘടനയായിരുന്ന സമസ്തകൾ ജമിയത്തുൽ 89 വെട്ടിമുറിക്കാൻ കാരണമായ അതിൻ്റെ ആദർശം വികലപ്പെടുത്താൻ വേണ്ടി ശ്രമിച്ച ലക്ഷ്യം ശരിയല്ലാത്ത മാർഗവും ശരിയല്ലാത്ത ഒരു വിഭാഗമാണ് ഇപ്പോൾ നിലനിൽപ്പില്ല എന്നതുകൊണ്ട് സുന്നി ഉറഞ്ഞു തുള്ളുന്നത്. ഇത് നമ്മളെ
വളർന്നു വരുന്ന ചെറുപ്പക്കാരായ ആളുകൾക്ക് 89-ലെ കഥകളൊന്നും അറിയാത്ത ആളുകൾ മനസ്സിലാക്കണം, ഇവരുടെ സുന്നിക്കൊന്നും അഡ്രസ്സ് ഇല്ല. ഒരു സുന്നി പറഞ്ഞപ്പോഴേക്കും അതിങ്ങനെ ഫേസ്ബുക്കിലും മറ്റതിലൊക്കെ ഷെയർ ചെയ്യാൻ വേണ്ടി ശ്രമിക്കരുത്. കാരണം അവർ പറയുന്ന സുന്നി നിലനിൽപ്പിൻ്റെ സുന്നിയാണ്. യഥാർത്ഥ സുന്നി ആദർശത്തെയും സംഘടനയും വെട്ടിമുറിച്ചുകൊണ്ട് മുന്നോട്ട് വന്ന അവരാണ്. ഇപ്പോൾ വേറെ മാർഗമില്ലാത്തതുകൊണ്ട് സുന്നി പറഞ്ഞാലേ നിലനിൽപ്പുള്ളൂ എന്നതുകൊണ്ട് പറയുകയാണ് എന്ന തിരിച്ചറിവ് യഥാർത്ഥ സുന്നി പ്രവർത്തകർക്ക് ഉണ്ടാകണമെന്ന് സാന്ദർഭികമായി ഉണർത്തുകയാണ്. അതുപോലെ പിരിവ് കൊടുക്കുന്നതിന് മുമ്പ് പുനരുദ്ധാരണ കമ്മിറ്റി ഉണ്ടാക്കുമ്പോൾ തന്നെ വ്യവസ്ഥ വെക്കണം. ഈ പള്ളി ഉണ്ടാക്കിയാലും കമ്മിറ്റി ഇതുപോലെ തന്നെ ആയിരിക്കണം, എല്ലാവർക്കും പ്രാതിനിധ്യമുള്ളതാവണം. അതിന് ശരിക്കും ബൈലോ എഴുതി അപ്പോൾ തന്നെ ക്ലിയർ ആക്കിയതിന് ശേഷമേ അതിലേക്ക് പിരിവെടുത്ത് സഹകരിക്കാൻ പാടുള്ളൂ. കാരണം ഇങ്ങനെയുള്ള ഏകാധിപത്യത്തിന് നടക്കുന്നത് പള്ളി അള്ളാഹുവിൻ്റെ പള്ളിയാവുമല്ലോ. ഇവിടെ രാഷ്ട്രീയാധിപത്യത്തിന് അവർക്ക് അടിമപ്പണി ചെയ്യുന്ന ഒരു പള്ളിയായി നമ്മുടെ നാട്ടിലെ പള്ളി നിർമ്മിച്ചിട്ട് കാര്യമില്ലല്ലോ. ഇത് പള്ളി കമ്മിറ്റി ുമായി ബന്ധപ്പെട്ട എല്ലാവരും അതിനോട് സഹകരിക്കുന്നവരൊക്കെ മുൻകൂട്ടി തന്നെ ചിന്തിക്കണം ഭാവിയിൽ എന്നാണ് പറയുന്നത്. ഇപ്പോൾ സുന്നികൾക്കൊക്കെ ഒരു വിശാല മനസ്കത വന്നുകൊണ്ട് എങ്ങനെങ്കിലും ആയിക്കോട്ടെ അവർ നടത്തിക്കോട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് വിട്ടുകൊടുക്കരുത്. അവിടെ നമ്മുടെ ആദർശത്തിന് യോജിക്കാത്ത ജുമാന് മുമ്പുള്ള പ്രസംഗം അതുപോലെ ഒരുപാട് പരിപാടികൾ അവർ നടത്തും. അതൊക്കെ കേട്ട് അവർക്ക് അടിമപ്പടി പോലെ അവർക്ക് നമ്മൾ നിന്നു കൊടുക്കേണ്ടി വരും. അപ്പോൾ അതിനൊക്കെ സുന്നികളായ ചുണക്കുട്ടിയുള്ള ഈ കലണ്ടർ എടുത്ത് വലിച്ചു കീറിയല്ലോ, അയാളെപ്പോലത്തെ ധീരന്മാരായ AP സുന്നികളായ ആളുകൾ അതിൽ കടക്കണം, അതിൽ കമ്മിറ്റിയിൽ ഉണ്ടാവണം, അതിൽ നിർബന്ധ ബുദ്ധി ഉണ്ടാകണം. ആരെങ്കിലും എങ്ങനെയെങ്കിലും ആവട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് മാറി നിൽക്കരുത് എന്നാണ് പുതിയ തലമുറയോട് നമുക്ക് ഉപദേശിക്കാനുള്ളത്. വ്യക്തികൾ രണ്ടും വേണ്ട എന്നും ഒക്കെ പറഞ്ഞിട്ടുണ്ട് എങ്കിൽ അത് തന്നെയാണ് ശരിയായ കാര്യം. വ്യക്തികൾ രണ്ട് പാർട്ടിയുടേതും വേണ്ടാന്നല്ല, അവിടെ തൂക്കുന്ന രണ്ടും രാഷ്ട്രീയമാണ്. ഒന്ന് പച്ച രാഷ്ട്രീയമാണ്, മറ്റൊന്ന് ആ രാഷ്ട്രീയത്തിന് കൊലവത്തൂതുന്ന പണ്ഡിതന്മാരുണ്ടാക്കിയ സുപ്രഭാതമാണ്. ഇത് രണ്ടും വേണ്ട എന്ന് പറഞ്ഞ് അതാണ് ബഹിഷ്കരിക്കേണ്ടത്. ഇനി എല്ലാവർക്കും പറ്റുന്ന രീതിയാണെങ്കിലും ഈ ചന്ദ്രിക ചേച്ചിയും അതുപോലെ സുപ്രഭാതം പെണ്ണും എങ്ങനെയാണ് അതിൽ കടന്നുകൂടിയത്? അവർക്ക് രണ്ടുപേർക്കും പള്ളിയിൽ എന്താ കാര്യം? പൊന്നു തൂക്കുന്നിടത്ത് പൂച്ചയ്ക്ക് എന്താ കാര്യം എന്ന് പറഞ്ഞതുപോലെ മുസ്ലിം പള്ളിയിൽ ചന്ദ്രിക ചേച്ചിക്കും അതുപോലെ സുപ്രഭാതം പെണ്ണിനും എന്താണ് അധികാരം എന്ന് ചോദിക്കാൻ നമ്മുടെ തലമുറ മുന്നോട്ട് വരണം. അങ്ങനെ എല്ലായിടത്തും ശുദ്ധീകരണ പ്രക്രിയ നടക്കുകയുള്ളൂ. ഓരോരുത്തരും ഇങ്ങനെ തോന്നിവാസവും ഏകാധിപത്യവും നടത്തുമ്പോൾ നമ്മൾ നോക്കി നിന്നാൽ ഭാവിയിൽ ഒന്നും ഉണ്ടാവില്ല. അവർ തമസ്കരിച്ച് അവരുടെ ഭൗതികതക്കനുസരിച്ച് പള്ളിയെയും അതിനെയും കൊണ്ടുപോകുന്നൊരവസ്ഥയുണ്ടാകും. അതുകൊണ്ട് അവസാനം അദ്ദേഹം പറഞ്ഞിരിക്കുകയാണ്, ഇനി ഭാവിയിലും ഇപ്പോൾ തൽക്കാലം അദ്ദേഹം വെക്കാൻ അനുവദിച്ചാൽ രണ്ടും ഇനി പള്ളിയിലുണ്ടാവും, ചന്ദ്രികയും സുപ്രഭാതവും. ഒരിക്കലും ആ നാട്ടിലുള്ള കാര്യപ്പെട്ടവർ ചിന്തിക്കേണ്ടത് അങ്ങനെ മുസ്ലിം സമുദായത്തിൽ വിഭാഗീയത ഉണ്ടാക്കുന്ന ഇവർക്ക് ഒരിക്കലും ഒരു ചാൻസ് കൊടുക്കരുത്. ചന്ദ്രികയ്ക്ക് ഒരിക്കലും തന്നെ പള്ളിയിൽ ഒരു പ്രവേശനം പാടില്ല, അത് പച്ച രാഷ്ട്രീയമാണ്. ഇനി സുന്നിക്കാരുണ്ടെങ്കിൽ അവർ സുപ്രഭാതം വെച്ചാൽ അവിടെ നാട്ടിലെ മസ്ലഹത്ത് ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ സിറാജിൻ്റെ കലണ്ടറോ അല്ലെങ്കിൽ സുന്നി സ്ഥാപനങ്ങളുടെ ഏതെങ്കിലും കലണ്ടറോ അവിടെ തൂക്കാൻ നിർബന്ധിതരാണ്. പത്രത്തിൻ്റെതാവുമ്പോൾ പത്രത്തിൻ്റെ തന്നെ ആയിരിക്കണം. അതിൽ ശുഷ്കാന്തി എല്ലാവർക്കും ഉണ്ടാകണം. എങ്കിലേ ഞങ്ങൾ വലിയ നാട്ടിലെ ഐക്യക്കാരാണെന്ന് പറയുകയും അനൈക്യത്തിന് വേണ്ടി പ്രവർത്തിക്കുകയും ചെയ്യുന്ന മഹല്ല് കമ്മിറ്റി ആയ പറ്റില്ല. അങ്ങനെ കമ്മിറ്റി അങ്ങനെ വിടാൻ നാട്ടുകാർ അനുവദിക്കുകയും ചെയ്യരുത്. ഒരാളാണെങ്കിലും പടവരുതിയിട്ട് അവരുടെ ഏകാധിപത്യത്തെ ചോദ്യം ചെയ്തുകൊണ്ട് പള്ളി കമ്മിറ്റിയിൽ കയറിക്കൂടി അവരുടെ ഏകാധിപത്യം നടപ്പിലാക്കുന്നതിനെതിരെയുള്ള തീരുമാനങ്ങൾ എടുക്കണമെന്നാണ് പ്രത്യേകം ഉണർത്താനുള്ളത്. അള്ളാഹു ഖൈറായ പ്രവർത്തനങ്ങൾക്കൊക്കെ പിന്തുണ നൽകാനും പ്രവർത്തിക്കാനും തൗഫീഖ് നൽകുമാറാവട്ടെ. വാഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.